ജാതിക്ക് പ്രത്യയശാസ്ത്രപരമായ ഒരു അതിവർത്തന ശേഷിയുണ്ട്. ഇപ്പോൾ അൽത്യൂസറൊക്കെ പറയുന്ന ഈ അതിനിർണയനം എന്നൊക്കെ പറയുന്ന ആശയം ഉണ്ടല്ലോ. അതായത് അന്തിമമായ നിർണയന ശേഷി ഉൽപാദന വ്യവസ്ഥയ്ക്കാണെങ്കിലും ചിലപ്പോൾ സവിശേഷമായ ഘടകങ്ങൾക്ക് ഈ ഉൽപാദന വ്യവസ്ഥയെ മറികടക്കുന്ന നിർണായകത്വം കൈവരാമെന്ന് അൽത്യൂസറൊക്കെ പറയുന്നു. സ്വയം പുനരുൽപാദിപ്പിക്കാനും നിലനിർത്താനും കഴിയുന്ന ഒപ്പം തന്നെ ഇപ്പോൾ മധ്യകാല ഇംഗ്ലണ്ടിനെ കുറിച്ചും മധ്യകാല യൂറോപ്പിനെ കുറിച്ചും എഴുതുന്ന സമയത്ത് എംഗൽസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് അവിടുത്തെ ഉൽപാദന വ്യവസ്ഥയെ നിർണ്ണയിക്കാനായിട്ട് മതത്തിന് കഴിഞ്ഞിരുന്നു. അതായത് മതബോധം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാടനുസരിച്ച് സാംസ്കാരിക ഉപരിഘടനയാണല്ലോ, സൂപ്പർ സ്ട്രക്ചറാണ്. പക്ഷേ ഈ സൂപ്പർ സ്ട്രക്ചർ ചില ഘട്ടങ്ങളിൽ അടിസ്ഥാനപരമായ ഉൽപാദന വ്യവസ്ഥാപരമായി ഇടപെടും. അതുകൊണ്ടാണ് വർഗത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ കാണണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇതിനെ എസെൻഷ്യലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത്. സോഷ്യൽ റിലേഷൻ്റെ മൂർത്തതയ്ക്കകത്ത് വെച്ച് കാണണം.